കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസിന് നേരെ മദ്യപ സംഘത്തിന്റെ കയ്യേറ്റം. പൊതുസ്ഥലത്ത് മദ്യപാനം ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് ആക്രമണമുണ്ടായത്. ലോക്കപ്പിനുള്ളിലും പോലീസിന് നേരെ പ്രതിയുടെ അസഭ്യവർഷമുണ്ടായി. സംഭവത്തിൽ 2 പേർക്കെതിരെ കേസെടുത്തു. പ്രതി വെങ്കടേഷ് പോലീസിനെ ഭീഷണിപ്പെടുത്തി അസഭ്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, എന്താണ് സംഭവിച്ചത്? ഈ കൊട്ടാരക്കര കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള രാജേഷ്, അതോടൊപ്പം തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നിക്സൺ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. അതായത് കഴിഞ്ഞ ദിവസം ഈ കാറിൽ മദ്യപിച്ചുകൊണ്ട് കാർ ഓടിച്ചു വരുന്നതായിട്ട് വിവരം ലഭിക്കുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാർ തടഞ്ഞു നിർത്തി ഈ വിവരം അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടെ ഈ കാറിലുണ്ടായിരുന്ന പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഇതിൽ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റു. മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതായത് ഈ പ്രതികൾ മദ്യപിച്ച് വാഹനമോടിച്ച് വന്നതും തുടർന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതും അതിനുശേഷം ഈ ലോക്കപ്പിനുള്ളിൽ വെച്ച് ഈ പ്രതിയായിട്ടുള്ള വെങ്കടേഷ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം വിളിക്കുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. എന്തായാലും നിലവിലിപ്പോൾ ഈ വെങ്കടേഷ്, മനീഷ് എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. എന്തായാലും ഇത്തരത്തിൽ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്ത ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റത്. അതായത് ആദ്യം ഈ ചോദ്യം ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും പിന്നാലെ തന്നെ ഇത് പിടിച്ചു മാറ്റുവാൻ വന്ന മറ്റുദ്യോഗസ്ഥരെ അടക്കം ഈ പ്രതികൾ ചേർന്ന് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്റെ സ്വന്തം ചേട്ടൻ എന്റെ അമ്മയുടെ കൂടെ പറഞ്ഞു, ഞാൻ കാലൊടിച്ചാൽ മതി സാറേ, ഞാൻ പോകുന്നു. എന്റെ സ്വന്തം ചേട്ടൻ മരിച്ചു. വീഡിയോ ഞാൻ അവിടെ ഈ വീഡിയോ ഒറ്റ എന്റെ സ്വന്തം ചേട്ടൻ എന്റെ അമ്മയുടെ കൂടെ പറഞ്ഞു, ഞാൻ കാലൊടിച്ചാൽ മതി സാറേ, ഞാൻ പോകുന്നു. എന്റെ സ്വന്തം ചേട്ടൻ മരിച്ചു. വീഡിയോ കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസിന് നേരെ മദ്യപ സംഘത്തിന്റെ കയ്യേറ്റം. പൊതുസ്ഥലത്ത് മദ്യപാനം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 2 പേർ അകത്താണ്. വിവരം നൽകുകയായിരുന്നു എം മനോജ്.